നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ പലർക്കും അറിയാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് മുകുൾ അഗർവാൾ എന്നാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു ബിഗ് ബുൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏകദേശം 6,000 കോടി രൂപയോളം ആസ്തിയുള്ള പല പല കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോൾ ഗൂഗിളിലെല്ലാം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 89ഓളം കമ്പനികളിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളിലെ രസകരമായ രണ്ട് കാര്യങ്ങൾ, ഇതിൽ മിക്ക കമ്പനികളും അല്ലെങ്കിൽ എല്ലാ കമ്പനികളും തന്നെ പ്രൈവറ്റ് കമ്പനികളാണ്. ഇദ്ദേഹം ഗവൺമെൻറ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് ഇതിലൊന്നും കാണുന്നില്ല. രണ്ടാമത്തേത്, ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഒരു ഷെയർ പ്രൈസ് എപ്പോഴാണോ താഴോട്ട് പോയി നിൽക്കുന്നത്, ഈ ഒരു അവസ്ഥയിൽ ആണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ പല കമ്പനികളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ജസ്റ്റ് എടുത്തു പറയത്തക്ക ഒരു കമ്പനി, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കമ്പനി എന്ന് പറയുന്നത് സിർക്ക പെയിൻറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയാണ്. ഈ സിർക്ക പെയിൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനി, അവരുടെ ഷെയർ പ്രൈസ് ഇപ്പം 337 രൂപയാണ്, അല്ലെങ്കിൽ 336 രൂപയാണ്. ഈ കമ്പനി 2006 മുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ മായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 2018 ഇദ്ദേഹം 58 രൂപ ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം 5 ലക്ഷം ഷെയറുകളാണ് അന്ന് വാങ്ങിയത് അദ്ദേഹം. അതായത് 58 രൂപ ഉണ്ടായിരുന്ന സമയത്ത് 5,32,000 ഷെയർ വാങ്ങുമ്പോൾ ഏകദേശം 3 കോടി രൂപയുടെ സ്വല്പം മുകളിലായിട്ടുള്ളൊരു പ്രൈസാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇതിന് 337 രൂപയും ഇന്നത്തെ അതിൻ്റെ ഒരു ഷെയർ പ്രൈസും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അന്നത്തെ 5 ലക്ഷം, അന്നത്തെ 3 കോടി രൂപ ഇന്ന് അത് 18 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ അതിന് ശേഷം അദ്ദേഹം ഒരുപാട് ഷെയർസ് കൂട്ടി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇനി ഈ കമ്പനിയെ പറ്റിയുള്ള ജസ്റ്റ് ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ പോവുകയാണെങ്കിൽ, ഈ കമ്പനി മെയിനായിട്ട് അവർ ഉണ്ടാക്കുന്നത് ഈ മാനുഫാക്ചറിങ്, അതുപോലെ സെല്ലിങ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് വുഡ് കോട്ടിങ്സ് ആൻഡ് അതർ ഡെക്കറേറ്റീവ് പെയിൻറ്റ്സ് ആണ്. അതായത് വുഡ് കോട്ടിങ്ങും അതുപോലെ ഡെക്കറേറ്റീവ് പെയിൻറ്റ്സ് ആണ് ഇവർ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി ഇവരുടെ ജസ്റ്റ് ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ സിർക്ക എന്നുള്ളൊരു ബ്രാൻഡിൽ തന്നെ അവരുടെ ലക്ഷറി ഇറ്റാലിയൻ വുഡ് കോട്ടിങ്സ് മറ്റു കാര്യങ്ങളൊക്കെ, വുഡ് കോട്ടിങ്സ്, ഹൈ എൻഡ് വാൾ പെയിൻറ്റ്സ് ഒക്കെയാണ് അവർ സിർക്ക എന്നുള്ള ബ്രാൻഡിൽ വരുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് അടുത്തത് യൂണിക്കോ എന്നൊരു ബ്രാൻഡ് മാസ് മാർക്കറ്റ് വുഡ് കോട്ടിംഗ് പ്രോഡക്ട്സ് അവർ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഇനി ഇവരുടെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഈ ഓയിക്കോസ് എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് അവർ OEM എന്നൊക്കെ പറയും. അതാണ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ എന്ന് പറയുന്നത്. ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് മറ്റൊരു കമ്പനി സെയിൽ ചെയ്യുന്നതിനാണ് ഓയിക്കോസ് എന്ന് പറയുന്നത്, ഈ OEM എന്ന് പറയുന്നത്. അതുപോലെ ഈ ഓയിക്കോസിൻ്റെ എല്ലാ ബ്രാൻഡും അവർ ഇന്ത്യയിലും മറ്റും സെയിൽ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡൂർ ആൻഡ് വീവ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓവർസീസ് കമ്പനിയുടെ പ്രോഡക്റ്റൂടെ അവർ അദസീവ് പ്രോഡക്റ്റൂടെ അവർ സെയിൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന ഓയിക്കോസിൻ്റെ പ്രോഡക്റ്റ് അവർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഒരു ഇതോടെ അവർ ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ട് അടുത്ത് ഒരു ഇത് പോവുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഏകദേശം 2,346ഓളം ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, 2 വലിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ 659 ടീം സ്ട്രെങ്തും, 11 ബ്രാഞ്ച് ഡിപ്പോ, പിന്നെ 1,330 ഷോപ്പ് ബോർഡ്സ്. ഇങ്ങനെ ഇതെല്ലാം അവരുടെ കമ്പനിയുടെ ഒരു പെനിട്രേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രെങ്ത്തും ഇതാക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തിലെ എല്ലായിടത്തും ഇവരുടെ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻസും ബ്രാഞ്ചസും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലൂടെ എക്സ്പോർട്ട് മാർക്കറ്റിലൂടെ ഇവർക്കുണ്ടെന്ന് നമുക്ക് ഇവരുടെ ജസ്റ്റ് ഇതിൽ റിവ്യൂ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവരുടെ മറ്റു കാര്യങ്ങൾ പോയി പറയുകയാണെങ്കിൽ ഇവരുടെ റവന്യൂവിൽ 70% അവരുടെ റീറ്റെയിൽ റവന്യൂ ആണ്. പിന്നെ അതുപോലെ 30% അവരുടെ OEM റവന്യൂ ആണ് കാണാൻ പറ്റും. OEM എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഈ കമ്പനി സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഇത്. ഇനി ഇവരുടെ ഒരു ക്ലയൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗോദ്രേജ്, ജിൻഡാൽ സ്റ്റെയിൻലെസ്, ഇൻഡോലിൻ, സ്പേസ് വുഡ്, പിരമിഡ്, മാസ് ഫർണിച്ചർ, ആർട്സ് റോഗ്, സൗന്ദര്യ ഡെക്കറേറ്റേഴ്സ്, അങ്ങനെ ഒത്തിരി ക്ലയൻറ്റിലെ റിമാർക്കബിളായ എല്ലാ ക്ലയൻറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ
ഏകദേശം 4000-ഓളം ടണ്ണ് പെർ ആനം അവർക്ക് തിന്നർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വാൾ പെയിൻറ്റ്സ് 48 ലക്ഷം ലിറ്ററോളം അവർ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. ഇത് നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ വ്യത്യസ്തമായ പ്രോഡക്റ്റ്സ് അവർക്കുണ്ട് എന്നും ഇതിലൂടെ ഇവരുടെ ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി ഇവരുടെ ഒരു ഫണ്ടമെൻ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 1847 കോടി രൂപയാണ്. അതുപോലെ തന്നെ കറൻറ്റ് പ്രൈസ് 337 രൂപയാണ്. ഹൈ 444 രൂപ വന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഫേവറബിൾ പോയിന്റ്. അതായത് 444 രൂപ വന്നിരിക്കുന്നൊരു കമ്പനിയുടെ ഷെയർ ഇപ്പോൾ 337 രൂപ, അതായത് ഏകദേശം 30% താഴ്ചയിൽ അല്ലെങ്കിൽ താഴെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതെന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ROCയും ROEയും 24%, 17.9%. അതായത് കമ്പനി ഓൾമോസ്റ്റ് നല്ല ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു കമ്പനിയാണെന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 67% ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടുതലും അവരുടെ ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്ലഡ്ജ് ചെയ്തിട്ടില്ല, ഷെയർസ് ഒന്നും വെച്ച് ലോൺ മറ്റു കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നും. പിന്നെ FII ഹോൾഡിംഗ് 5.36ഉം DII ഹോൾഡിംഗ് 0.69% ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 37.9 ആണെന്ന് ജസ്റ്റ് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതാണ് ഇവരുടെ ഗ്രാഫ്. ഇപ്പോൾ ഇവരുടെ ഗ്രാഫ് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ 427 എല്ലാം വന്നതിന് ശേഷം താഴോട്ട് വന്ന് ജസ്റ്റ് ഇപ്പോൾ സ്റ്റേബിളായി. അതായത് ഈ കറുത്ത ലൈൻ എന്ന് പറയുന്നത് 200 DMA ആണ്. DMAയുടെ താഴത്ത് വരുമ്പോൾ 200 ഡിസ്പ്ലേസ്മെൻറ്റ് മൂവി ആവറേജിൻ്റെ താഴത്ത് വരുമ്പോൾ വാങ്ങുക എന്നുള്ളതാണ് ഷെയർസിന് നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടത്. അതാണ് ഈ മുകുൾ അഗർവാളെല്ലാം ചെയ്തിരിക്കുന്നൊരു അവസ്ഥയും. അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് ഏകദേശം 58 രൂപ വരുന്ന ഈ ഒരു ലൈനിൻ്റെ താഴെ വരുന്നൊരു സമയത്താണ്. സെപ്റ്റംബർ 18 ആദ്യത്തെ ഷെയർ വാങ്ങിയത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലെ സെയിൽസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 83% ഉണ്ടത് 79 കോടി രൂപയിലോട്ട് താഴ്ന്നിട്ടുണ്ട്, സ്വല്പം താഴ്ന്നിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 16 കോടിയിൽ നിന്ന് 14 കോടിയായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാം. ക്വാർട്ടർലി റിസൾട്ടാണ്. ഇനി അതുപോലെ തന്നെ ഇയർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു റിമാർക്കബിൾ സെയിൽസ് എല്ലാം കാണുന്നുണ്ട്. 264 2023 മാർച്ചിൽ അത് 311 കോടിയായിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 62 2023 2024 69 ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഇവർ പ്രോഫിറ്റ് ടാക്സസ് എല്ലാം കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. 26%ഉം 26% എല്ലാം ടാക്സസ് അടയ്ക്കുന്നുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ജസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ TTMൽ താഴെയായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നതാണ്. പിന്നെ 46 2023 ഉണ്ടായിരുന്നത് 51 ആയിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത്. ഇനി ഇവരുടെ മറ്റ് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ ബന്ധപ്പെട്ടിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ബേസിക്കലി ഒരു ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു നല്ല സ്ട്രോങ് കമ്പനിയാണെന്ന് ജസ്റ്റ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കാണുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻസ് ചെയ്യണം എന്ന് ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യണം.